ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 19ാമത്തെ ദിവസമാണ്. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ ഞാൻ ഹെയറിൽ ഓയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓയിൽ ചെയ്ത് നന്നായിട്ട് സ്കാൽപ്പൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് മുടി പിന്നി കെട്ടി വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 3ാമത്തെ ആഴ്ചയിൽ, അതായത് ഈ ഒരു ഹെയർ കെയർ ചലഞ്ച് തുടങ്ങിയിട്ട് 3ാമത്തെ ആഴ്ചയാണ് ഇത്. 3ാമത്തെ ആഴ്ചയിൽ ആദ്യത്തെ ദിവസം നമ്മളിട്ട അതേ പാക്ക് തന്നെയാണ് ഇന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൊണ്ടിട്ടുള്ള ഹെയർ പാക്കാണ് ഇന്നും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് ഒരു 2 സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കും ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കും അതേ പാക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ദിവസവും നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് അത്രത്തോളം ബെനിഫിറ്റ്സ് നൽകുന്നതാണ്. ഇവ നമ്മുടെ മുടിയിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള വൈറ്റമിൻസും മിനറൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിക്ക് അത്യാവശ്യമായിട്ടുള്ള പോഷകങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുവഴിയാണ് നമുക്ക് ഇവ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ ഓയിലൊക്കെ ചെയ്ത് മുടി പിന്നി കെട്ടി വെച്ചിരുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ കുറേ സ്പീഡാക്കിയിട്ടായിരിക്കും വീഡിയോ കാണിക്കുന്നത്. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ സ്പീഡൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പതുക്കെയാണ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സ്പീഡായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊന്ന് ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് ഏത് ടൈമിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എപ്പോൾ സമയമുണ്ടോ ആ ഒരു ടൈമിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു നേരത്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും സ്യൂട്ടാകാത്ത ആൾക്കാരും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കത് സ്യൂട്ടാകില്ല എങ്കിൽ പിന്നീട് ഇത് ഒരിക്കലും യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പാക്ക് തന്നെ കറക്റ്റായിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു പാക്ക് അത്രത്തോളം നമ്മുടെ മുടിക്ക് ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് അത് സ്യൂട്ടബിളാണ് കേട്ടോ. അതായത് നമ്മളിപ്പം കുറേ പാക്കുകൾ ഒരു ദിവസം അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിങ്ങനെ മാറി മാറി വെറൈറ്റി പാക്കുകൾ നമ്മുടെ മുടിയിൽ കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നത്, നമ്മുടെ മുടിയുടെ ഒരു ഹെൽത്തിന് നല്ലതെന്ന് പറയുന്നത്, നമ്മൾ ഒരേ പാക്കുകൾ തന്നെ നമ്മൾ കുറേ കാലം ഉപയോഗിക്കുന്നതല്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാക്കുകൾ ഓരോ ദിവസം മാറി മാറി അങ്ങനെ യൂസ് ചെയ്ത് പോകുന്നതിനേക്കാളും നല്ലത് നമ്മളൊരു റൊട്ടീൻ വെച്ചിട്ട് അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഹെയർ കെയർ ചാലഞ്ചിൽ ഞാൻ ഇങ്ങനൊരു റൊട്ടീൻ കാണിച്ചു തരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു റൊട്ടീൻ തന്നെ ഫോളോ ചെയ്ത് പോവാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകും. അപ്പോൾ ഇതിപ്പം മുടിയുടെ ഓരോ വകച്ചിലായിട്ട് എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഇങ്ങനെയൊന്നും സമാധാനമായിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണ പോലെ തന്നെയാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അന്നത്തെ ദിവസം ഒരു ഈവനിങ് ടൈം സന്ധ്യയൊക്കെ ആവാറായപ്പോഴാണ് കേട്ടോ, ഞാൻ ലൈറ്റൊക്കെ പോവാറായ ഒരു നേരത്താണ് ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ദിവസം ഒട്ടും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് പെട്ടെന്ന് ആ ഒരു വീഡിയോ എടുത്തങ്ങ് തീർത്തത് കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ വേണം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഓരോ വകച്ചിലെടുത്തിട്ട് മുടിയുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ സ്കാൽപ്പിൽ എന്തോരം മുടി പോയിട്ടുള്ളത് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ തന്നെ കാണുന്നത് കേട്ടോ. അപ്പം അത്രത്തോളം മുടി എനിക്ക് നഷ്ടമായിട്ടുണ്ട്.
അപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നവർക്ക് പ്രഗ്നൻസിയിലും എനിക്ക് നല്ലോണം ഹെയർ ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രഗ്നൻസിയിലും ആ കൊഴിഞ്ഞു പോയതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഹെയർ ഫോളിൻ്റെയും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു ഹെയറിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഡെലിവറി കഴിഞ്ഞിട്ട് ഹെയർ ഫോൾ ഉള്ളവർക്കും അതുപോലെ തന്നെ പ്രഗ്നൻസിയിലും നിങ്ങൾ ഹെയർ ഫോളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചലഞ്ച് ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും എന്തായാലും റിസൾട്ട് കിട്ടും കേട്ടോ. പ്രഗ്നൻസിയിലുള്ള ആൾക്കാർ ചെയ്യണ്ട കേട്ടോ, നിങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. ഫുഡിൻ്റെ കാര്യത്തിലും എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ഒരു ഹെയർ കെയർ ചലഞ്ച് എടുക്കുന്ന എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനും നന്നായിട്ട് ഉറങ്ങാനും ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണെ സംസാരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കേൾക്കണേ. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് 30 മിനിറ്റ്സ് ഹെയറിൽ വെച്ചേക്കാം. അതിനുശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതിന് നല്ലോണം സ്മെല്ലുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ലോണം സ്മെല്ലുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഷാമ്പൂ അല്ലെങ്കിൽ താളിപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഉലുവ യൂസ് ചെയ്യാം. അതായത് തലേദിവസം വെള്ളത്തിൽ ഉലുവ കുതിർത്തിടുക, പിറ്റേ ദിവസം അരച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് നെറ്റ് കയറലൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തൊക്കെ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. മെയിനായിട്ട് അങ്ങനെയുള്ള ഇടങ്ങളിലാണ് ഈ ഒരു പാക്കിൻ്റെ ആവശ്യം നന്നായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ആ ഒരു നെറ്റ് കയറിയ സ്ഥലത്തൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നാളത്തെ ദിവസം നമുക്ക് പാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. തലേദിവസം രാത്രിയിൽ എണ്ണ തേക്കുക, നമുക്ക് പിറ്റേ ദിവസം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് കിടക്കാൻ പറ്റാത്ത ആൾക്കാർ പിറ്റേ ദിവസം, അതായത് നാളെ രാവിലെയോ നിങ്ങൾക്ക് എപ്പോഴാണ് ടൈമുള്ളതെന്ന് വെച്ചാൽ അപ്പോൾ ഓയിലെടുക്കുക, എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. നാളെ ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യല്ലേ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ള നേരത്ത് നന്നായിട്ട് സമയമെടുത്ത് പതിയെ കാമായിട്ട് ഇരുന്നിട്ട് വേണം കേട്ടോ ഈ ഒരു പാക്കോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ട് മുടിയിലല്ല സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടി നന്നായിട്ടൊന്ന് കെട്ടി വയ്ക്കാം. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. സ്മെല്ലിൻ്റെ പ്രശ്നം അധികം ഉള്ളവർക്ക് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഷാമ്പു യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.